ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്തുകൊണ്ട് നാം നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതലേ ദൈവഭക്തിയിലും ദൈവിക മൂല്യങ്ങളിലും നന്മയിലും വളർത്തുവാൻ പരിശ്രമിക്കണമെന്ന് ചോദിച്ചാൽ, ദൈവം ഒരു വ്യക്തിയെ ദൈവിക പദ്ധതിയുടെ ഭാഗമാക്കുന്നത്, ദൈവിക ദൗത്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നത് നമ്മുടെ സമയമനുസരിച്ചല്ല, മറിച്ച് ദൈവത്തിൻ്റെ സമയമനുസരിച്ചാണ് എന്നതുകൊണ്ടാണ്. യേശുവിൽ പ്രിയ സഹോദരർ, ഇന്നത്തെ സുവിശേഷത്തിൽ സ്നാപക യോഹന്നാന്റെ ജനനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്, നീയോ കുഞ്ഞ് അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടുമെന്നാണ്. ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മുടെ പ്രായമോ പക്വതയോ അനുസരിച്ചല്ല ദൈവം നമ്മെ വിളിക്കുന്നത്, മറിച്ച് ദൈവത്തിന്റെ സമയവും ഹിതവും അനുസരിച്ചാണ് ദൈവം ഓരോ വ്യക്തികളെയും തന്റെ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കുന്നത് എന്ന സത്യമാണ്. വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ, ദൈവം ദൈവിക ദൗത്യത്തിനായി ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത് അവന്റെ സമയമനുസരിച്ചല്ല, മറിച്ച് ദൈവത്തിന്റെ ഹിതവും സമയമനുസരിച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രാജാവാകുവാൻ ദാവീദിനെ ദൈവം യൗവനത്തിൽ തിരഞ്ഞെടുക്കുമ്പോൾ, മോശയ്ക്ക് ദൗത്യമേൽപ്പിച്ചു കൊടുക്കുന്നത് അവന്റെ 80-ാം വയസ്സിലാണ്. ദൈവത്തിന് വഴിയൊരുക്കുക എന്ന ആ വലിയ ദൗത്യം സ്നാപയോഹന്നാന് ദൈവം നൽകുന്നതാകട്ടെ അവന്റെ ജനനത്തിന് മുൻപാണ്. സ്നാപയോഹന്നാന് മാത്രമല്ല, ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 3-ാം വാക്യത്തിൽ സാംസനെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ നാം വായിക്കുന്നത്, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ജനനം മുതലേ ദൈവത്തിന്റെ ആശീർവാദക്കാരനായിരിക്കുമെന്നാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 1-ാം വാക്യത്തിൽ കർത്താവിന്റെ ദാസനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ അവിടെ നിന്നെ വിളിച്ചു, ഉദരത്തിൽ വെച്ച് തന്നെ അവിടെ നിന്നെ നാമകരണം ചെയ്തു എന്നാണ്. ജെറമ്യാ പ്രവാചകനെ ദൈവം വിളിക്കുമ്പോൾ, ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ ദൈവം പറയുന്നത്, മാതാവിന്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ വിശദീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ ഉയർത്തി എന്നാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 31-ാം വാക്യത്തിൽ യേശു ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് പരിശുദ്ധ കന്യകാമറിയത്തോട് ദൂതൻ പറയുന്നത്, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവന് നീ യേശു എന്ന് പേരിടണം, അവൻ വലിയവനായിരിക്കുമെന്നാണ്. ഈ വചനഭാഗങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മുടെ സമയമോ നമ്മുടെ ഇഷ്ടമോ അനുസരിച്ചല്ല ദൈവം ഒരു വ്യക്തിയെ വിളിക്കുന്നത്, ഒരു ദൈവിക ദൗത്യം ഒരു വ്യക്തിക്ക് ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്നത്, മറിച്ച് ദൈവത്തിന്റെ സമയവും ഹിതവും അനുസരിച്ചാണ് എന്ന സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നാം നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതലേ ദൈവഭക്തിയിലും ദൈവിക മൂല്യങ്ങളിലും നന്മയിലും വളർത്തേണ്ട ആവശ്യകത എന്ന് നാം തിരിച്ചറിയണം. ആയതിനാൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, കുഞ്ഞുങ്ങളെ ശാരീരികവും മാനസികമായ വളർച്ചയ്ക്ക് നാം പ്രാധാന്യം കൊടുക്കുന്നത് പോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് നാം പ്രാധാന്യം നൽകണം എന്ന് തന്നെയാണ്. എഫേഷ്യൻസ് 2:10 നാം വായിക്കുന്നത്, നാം ദൈവത്തിന്റെ കരവേലയാണ്, നാം ചെയ്തു തീർക്കുവാനായി ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന സൽപ്രവൃത്തികൾക്കായി ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും എന്ന സത്യമാണ്. നമുക്കെല്ലാവർക്കും ഒരു ദൈവിക ദൗത്യം ഏൽപ്പിച്ച് തന്നിട്ടുണ്ട് എന്ന ബോധ്യത്തോടുകൂടെ അതിനായി അവരെ ഒരുക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്, കർത്തവ്യമാണ് എന്ന സത്യം നാം മറന്നു പോകരുത്. ദൈവം ജനനത്തിന് മുമ്പ് ഓരോ വ്യക്തികളെയും തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ആ വ്യക്തികളുടെ വളർച്ചയ്ക്ക് അവരെ സഹായിക്കുന്നത് അവരുടെ മാതാപിതാക്കളാണ് എന്നതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതലേ ദൈവഭക്തിയിലും ദൈവജ്ഞാനത്തിലും നന്മയിലും വളർത്തേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്, കർത്തവ്യമാണ് എന്ന സത്യം നാം മറന്നു പോകരുത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:28 പൗലോസ്ലീഹ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവിക പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്നെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഈ ഒരു ബോധ്യത്തോടുകൂടെ നമുക്കെല്ലാവർക്കും ഒരു ദൈവിക ദൗത്യം ദൈവം ഏൽപ്പിച്ച് തന്നിട്ടുണ്ട് എന്ന ബോധ്യത്തോടുകൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ അതിനായി ഒരുക്കുവാനായി ചെറുപ്പം മുതലേ ദൈവഭയത്തിലും ഭക്തിയിലും ആത്മീയതയിലും വളർത്തുവാൻ ആത്മാർത്ഥമായി നമുക്കും പരിശ്രമിക്കാം. അങ്ങനെ ഓരോ വ്യക്തികളെയും ദൈവത്തിൻ്റെ ദൗത്യത്തിൻ്റെ ഭാഗമാക്കുവാൻ നമുക്കും പങ്കുചേരാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും നാം ചെയ്യുന്നത് പോലെ വചനം വായിക്കുകയും വിശുദ്ധിയിൽ ജീവിക്കുവാനും പരിശ്രമിക്കുക. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുവാൻ പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്നുകൊണ്ട് ഒരു രഹസ്യം ജപമാലയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നമുക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.